എന്റെ ശരീരവുമായി വന്നിരിക്കുന്നു നബിയേ, ഫംദുദ് യമീനക, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരുമോ നബിയേ, കൈ തഹ്ലാ ബിഹാ ശഫതി, അത് കണ്ടുകൊണ്ട് എനിക്കൊന്ന് ചുംബനം ചാർത്തണം, ആ കൈയൊന്ന് കാണിക്കുമോ നബിയേ എന്ന് മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അങ്ങ് ഷാമിന്റെ അറ്റത്ത് നിന്ന് നടന്നു വന്ന് മഹാനവറുകൾ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ പരിശുദ്ധമായ ഖബറിൽ നിന്നും ഒരു കൈ പുറത്തു വന്നത്. ആ കരം പിടിച്ച് മഹാനവറുകൾ ചുംബിച്ചിട്ടുണ്ട്. അത് പിടിച്ചതും കൈ അകത്തേക്ക് തന്നെ. പിന്നീട് ഒരാൾക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉമർ ഖാദിക്ക് സംഭവിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഉമർ ഖാദി എന്ന് പറയുന്ന വെളിയങ്കോട് അന്ത്യവിഷമം കൊള്ളുന്ന മഹാനുഭാവൻ, മമ്പറും തങ്ങളോടൊപ്പം ഈ ദീനിന്റെ ദഅവത്ത് ചെയ്ത മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, എണ്ണപ്പെട്ട സംഭവങ്ങളെ പിന്നെ ലോകത്തുണ്ടായുള്ളൂ. മൻ റആനി ഫിൽ മനാം ഫസയറാനി ഫിൽ യഖ്ള, എന്നെ ഉറക്കത്തിൽ കണ്ടവർക്ക് നേർക്കുനേരെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. ഹബീബിനെ മരണസമയത്ത് കണ്ട ആളുകളുണ്ട്. ഹസൻ ഇബ്നു ഹയ്യ് എന്ന് പറയുന്ന ഒരു മഹാൻ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് 150 കൊല്ലം കഴിഞ്ഞ് ലോകത്തോട് വിട പറയാനിരിക്കുമ്പോ, ഹദീസ് പണ്ഡിതനാണ്, മരിക്കാനിരിക്കുമ്പോ മഹാനായ ഹസൻ ഇബ്നു ഹയ്യ് എന്നവർ ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് അവർ പ്രവാചകന്മാരുടെ കൂടെയാണ്, സജ്ജനങ്ങളുടെ കൂടെയാണ്, സച്ചരിതർ കൂടെയാണ്, രക്തസാക്ഷികളുടെ കൂടെയാണ് ഉണ്ടാവുക. ഇത് കേട്ടപ്പോ അനുജൻ ചോദിച്ചു, അല്ല ഇക്കാക്ക, എന്താണ് നിങ്ങൾ ഈ ഓതുന്ന ഓത്ത്? ലോകത്തോട് വിട പറയാൻ സെക്കൻഡുകളാണ് ബാക്കി നിൽക്കുന്നത്. സക്കറാത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് ഓതുന്നത്. നിങ്ങൾ എന്താണ് ഓതുന്നത്? യാ അഖീ തഖറഉ ഹാദാ മിൻ ബാബി തിലാവ അമ്മാദാ, ഇത് വിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്യുകയാണോ, അതല്ല ഈ ആയത്തിലൂടെ നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രഗൽഭനായ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൽ അറാ റസൂലല്ലാഹ്, ഞാനതാ റസൂലിനെ കാണുന്നു, യദ്ഹഖുലി, എന്നോട് ചിരിക്കുന്നു നബി തങ്ങൾ, വയുബശ്ശിറുനി ബിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് നബി അതാ എന്നോട് പറയുന്നു, വഅറൽ മലായിക, കാരുണ്യവാന്റെ മാലാഖമാരെ ഞാൻ കാണുന്നു, സ്വർഗത്തിലെ അപ്സരസുകളായ സുന്ദരിമാരെ ഞാനിതാ കാണുന്നു എന്ന് അവസാനം പറഞ്ഞുകൊണ്ടാണ് ഹസൻ ഇബ്നു അലി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹു മരണസമയത്തെങ്കിലും ഹബീബിന്റെ മുഖം കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിനെ സ്വപ്നം കാണുന്നവർ ശ്രദ്ധിക്കുക. നബിയെ ഈ പറയുന്ന രീതിയിലാണ് കാണുന്നതെങ്കിൽ അത് നബിയാണ്. ആരെങ്കിലും ഒരാളെ കണ്ടു നബിയാണെന്ന് തോന്നുന്നു ആവണമെന്നില്ല. നബിയുടെ ശരീരം എങ്ങനെയാണ്, അവിടുത്തെ കണ്ണെങ്ങനെയാണ്, ചുണ്ടുകൾ എങ്ങനെയാണ്, മുഖം എങ്ങനെയാണ്, നെറ്റി എങ്ങനെയാണ്, നബിയുടെ നിറമേതാണ് എന്ന് ശമാഇലു തുർമുദിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ കണ്ടാൽ അത് നബി തന്നെ, അത് ഉറപ്പു തന്നെയാണ്. അങ്ങനെ കണ്ടില്ല, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ ആരോ വിളിച്ചു പറയുന്ന പോലെ ഇത് നബി തന്നെ, ഇത് നബി തന്നെ, ഇത് നബി തന്നെ എന്ന് ആരോ പറഞ്ഞറിയിക്കുന്ന പോലെ തോന്നിയാലും അലാ റഈൽ ജംഹൂർ, പ്രഗൽഭരായ ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ എന്നാലും അവർ നബിയെ തന്നെയാണ് കാണുന്നത്. എന്നാൽ നാം ഈ പറയാൻ പോകുന്ന ഹബീബിന്റെ ശാരീരിക വിശദീകരണം മനസ്സിലാക്കി വെക്കുക. ആ കാഴ്ചയിൽ ഒരാളെ കണ്ടാൽ അത് നബി തങ്ങൾ തന്നെയാണ്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. കാന മുകമ്മലും ഫീ ഔസാഫിഹി, നിബിതങ്ങൾ പരിപൂർണതകളെത്തിയ ഒരു മഹാമനുഷ്യരാണ്. എല്ലാം പരിപൂർണമാണ് നബിയിൽ. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء مربوع القامة, ഒത്ത നീളവും ഉയരവുമുള്ളവരായിരുന്ന നബിതങ്ങൾ. ലൈസ ബിത്വീലി ദാഹിബി, ഒരുപാട് നീളമുള്ളവരല്ല, എന്നാൽ നബിതങ്ങൾ കുറിയവരും അല്ല. അദീമുർ റഅസി, മനോഹരമായ വിശിഷ്ടമായ ഒരു തലയുള്ളവരാണ്. ബഈദമാ ബൈനൽ മൻകിബൈൻ, ഹബീബിന്റെ ചുമലുകൾ തമ്മിൽ വീതിയുണ്ട്, ചുമലുകൾക്കിടയിൽ അകലമുണ്ട്.
സവാഉൽ ബത്നി വസ്സദ്രി, നബിയുടെ നെഞ്ചും വയറും ഒരുപോലെയാണ്. ഹബീബിന് അമിതവണ്ണമില്ല, ഹബീബിന് കുടവയറില്ലായിരുന്നു, അവിടുത്തെ നെഞ്ചും വയറും ഒരുപോലെയാണ്. മുശ്രിഖുൽ വജ്ഹി, മുഖത്ത് എപ്പോഴും ഒരു പ്രകാശമുണ്ട്. കഅന്നഹുൽ ബദറു ലൈലത്തത് തമാം, 14 രാവിലെ ചന്ദ്രനെ പോലെ തോന്നും മുത്തുനബിയെ കണ്ടാൽ. അജ്ലൽ ജബ്ഹ, നബിയുടെ നെറ്റിത്തടത്തിന് പ്രകാശമുണ്ട്. വാസിഅൽ ജബീൻ, വിശാലമായ നെറ്റിയാണ് നബിയുടേത്, ചെറിയ നെറ്റിയല്ല, വിശാലതമുള്ള നെറ്റിയാണ്. കഹീല ത്വർഫി, നബി തങ്ങൾ കണ്ണിൽ സുറുമ എഴുതിയതുപോലെയാണ് ഹബീബിന്റെ കണ്ണ്. അഹ്ദബൽ ഐനൈനി, 2 കണ്ണുകൾക്ക് നല്ല ഇടതൂർന്ന ഇമയുണ്ട്, രോമങ്ങളുണ്ട്, ഇമരോമമുണ്ട്. ഹാജിബ, നബിയുടെ പുരികം വളരെ സമൃദ്ധമായതും ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നും, എന്നാൽ ചേർന്നിട്ടില്ല. മുഫല്ലജൽ അസ്നാൻ, നബിയുടെ പല്ലുകൾക്കിടയിൽ വിടവുകളുണ്ട്, ഒരു പല്ല് മറ്റൊന്നിലേക്ക് കയറി നിൽക്കുന്നവയല്ല. ഒന്നിന്റെയും മറ്റേ പല്ലിന്റെയും ഇടയിൽ ചെറിയൊരു വിടവ് ഹബീബിന്റെ പല്ലുകൾക്കിടയിലുണ്ട്. അബിയദൽ ലൗനി മുശ്റബുൻ ബിൽ ഹംറാ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ് ഹബീബിന്റേത്. വാസിഉൽ ഫമി, ഹബീബിന്റെ ചുണ്ടുകളും ഹബീബിന്റെ വായയും മനോഹരമാണ്. ഒരൽപ്പം വീതിയുള്ള വായയാണ് ഹബീബിന്റേത്. ചെറിയ കൂടി നിൽക്കുന്ന ചുണ്ടുകളല്ല ഹബീബിന്റേത്, ഒരൽപ്പം വീതിയുള്ള വായയാണ്. ഹബീബായ തങ്ങൾ കസീഫുൽ ലിഹ്യതി അസ്വദശ് ശഅരി, നബിയുടെ താടി രോമങ്ങൾ ഇടതിങ്ങിയതാണ്. നബിയുടെ താടി രോമങ്ങൾ അവിടെയും ഇവിടെയുമുള്ള ഓരോരോ രോമങ്ങളല്ല, നബി തങ്ങളുടെ ഇടതിങ്ങിയ താടിയാണ്. അവിടുത്തെ തലമുടിയും താടിയും കറുപ്പ് നിറമാണ് ഉണ്ടാവുക. കാരണം എണ്ണപ്പെട്ട ഏതാനും രോമങ്ങളെ ഹബീബിന്റേത് നിരപാദിച്ചിട്ടുള്ളൂ. അത്രയും മനോഹരമായി ഹബീബിനെ കാണാൻ കഴിഞ്ഞാൽ അത് നബി തങ്ങൾ തന്നെയാണ്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ. എങ്ങനെയാണ് ഇനി കാണേണ്ടത്? എന്താണ് നാം ചെയ്യേണ്ടത്? മുമ്പൊരു തമാശ പറയാറുണ്ട്, ഒരു പണ്ഡിതൻ ചെയ്ത ഒരു പണി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോളൂ. അതിങ്ങനെയാണ്. ഒരു ശിഷ്യൻ തന്റെ ഗുരുനാഥനോട് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങൾ ഒരുപാട് നിബിധങ്ങളെ സ്വപ്നം കാണുന്ന ആളല്ലേ? അതേ മോനെ, എനിക്കും ഉസ്താദേ നിബിധങ്ങളെ സ്വപ്നം കാണണമെന്ന് ആഗ്രഹമുണ്ട്, എന്താണ് വഴി? അത് ഞാൻ പഠിപ്പിച്ചു തരാം. നീ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വാ, ഒരു ദിവസം എന്റെ വീട്ടിൽ കിടക്കണം, ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഹബീബിനെ എങ്ങനെയാണ് സ്വപ്നം കാണുക. ഭക്ഷണം കഴിക്കരുത്, എന്റെ വീട്ടിൽ നിന്നേ കഴിക്കാവൂ. ശിഷ്യൻ ചെല്ലുന്നു. ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വേണ്ടി പറഞ്ഞു. മോൻ വായിലേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല ഉപ്പുള്ള ഭക്ഷണമാണ്. ഉസ്താദിന്റെ വീടല്ലേ, ഉപ്പാണ് മോശാണെന്ന് പറയാൻ വയ്യല്ലോ, കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. വെള്ളമില്ല, വെള്ളം തരില്ല. മോന് ഭക്ഷണം ഇനി വേണോ? വേണ്ട ഉസ്താദെ, കുറച്ചുകൂടെ കഴിച്ചോളൂ. കുറച്ചുകൂടെ ഭക്ഷണം കൊടുത്തു. ഉപ്പാണ്, നല്ല ദാഹമുണ്ട്, വെള്ളം കൊടുത്തില്ല. ഭക്ഷണം വീണ്ടും കൊടുത്തു. നല്ല ഉപ്പുള്ള ഭക്ഷണം കഴിച്ച് പറഞ്ഞു, മോൻ ഇന്ന് കിടന്നുറങ്ങിക്കോ, നാളെ ഞാൻ പറഞ്ഞു തരാം. കുട്ടി കിടക്കാൻ പോയി. ദാഹിച്ച് തൊണ്ട വരണ്ടിട്ടുണ്ട്. ഉപ്പ് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ കിടക്കുന്നത്, വെള്ളം കുടിച്ചിട്ടില്ല. സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദ്. കണ്ടു. എന്ത് കണ്ടു മോനെ? ഞാൻ തിമിർത്ത് പെയ്യുന്ന മഴ കണ്ടു, സമൃദ്ധമായി ഒഴുകുന്ന പുഴ കണ്ടു, കടൽ കണ്ടു. എന്റെ കണ്ണിൽ ഞാൻ കടൽ കണ്ടു, അരുവികൾ ഞാൻ കണ്ടു, നിറഞ്ഞു നിൽക്കുന്ന മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കണ്ടു. അത് പറഞ്ഞുവല്ലേ, നല്ല ദാഹമുണ്ടായിരുന്നല്ലേ? ദാഹിച്ച മനുഷ്യൻ വെള്ളമാണ് കാണുന്നത്. ഈ കുട്ടിക്ക് ദാഹമായിരുന്നു, ദാഹിച്ചിട്ടായി കിടക്കുന്നത്. പിന്നെ കണ്ടതെല്ലാം വെള്ളം, തിമിർത്ത് പെയ്യുന്ന മഴയും കടലും കായലുമെല്ലാം. ഉസ്താദ് പറഞ്ഞു, മോനെ മോനെ, നിന്റെ നീയത്ത് സത്യസന്ധമായപ്പോൾ നിന്റെ സ്വപ്നം സത്യസന്ധമാണ്. കാരണം നിന്റെ ആഗ്രഹം വെള്ളം കുടിക്കാനായിരുന്നു, അതുകൊണ്ട് കണ്ടത് പിന്നെ വെള്ളമാണ്. എന്നാൽ ഇതാ സ്വദഖത്തിൽ മഹബ്ബ, മുത്തുനബിയോടുള്ള സ്നേഹം നിന്റെ മനസ്സിലങ്ങ് രൂഢമൂലമായാൽ, ആ ദാഹം നിന്റെ കൽബിലേക്ക് അങ്ങ് കയറിയാൽ, നീ നബിയെ കണ്ടിരിക്കും. ഉപ്പിന് നീ ദാഹിച്ച, വെള്ളത്തിന് നീ ദാഹിച്ച പോലെ എന്റെ റസൂലിനെ കാണാനുള്ള കൊതി നിന്റെ കൽബിലുണ്ടെങ്കിൽ നീ കണ്ടിരിക്കും. ഉപ്പ് തിന്നിട്ട് ദാഹിച്ചവൻ വെള്ളം കണ്ട പോലെ ഹബീബിനോട് സ്നേഹമുള്ളവർ ആ ഹബീബിനെ കണ്ടിരിക്കും. ഈ പാഠമാണ് ഗുരുനാഥ നൽകുന്നത്. എന്നാൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വഴി കൂടെ പറഞ്ഞ് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിയാട്ടെ. അല്ലാഹുമ്മ അരിനാ റുയത, അവിടുത്തെ ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഒരു സ്വലാത്തതിന്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നുണ്ട്, മൊബൈൽ ഫോണൊക്കെ ഒന്ന് ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ പേപ്പറും പെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്
ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അന്ന മിൻ അസ്ബാബി റുഅയ സ്വാലിഹ, നല്ല നല്ല സ്വപ്നങ്ങൾ, ഹബീബിനെ കാണേണ്ട സ്വപ്നം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എപ്പോഴും ചെയ്യേണ്ട പോലെ തന്നെ ധാരാളം ദിക്ർ ചൊല്ലണം. കിടന്നുറങ്ങാൻ ചൊല്ലുമ്പോ പരിപൂർണമായ വുദു എടുത്ത് കിടക്കാൻ ചൊല്ലുക. കിടക്കാൻ ചെല്ലേണ്ടത് നല്ല വുദു എടുത്തിട്ടാണ്. മുസ്തഖ്ബിലൻ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കണം. യുഅല്ലിഖു ഖൽബഹു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണണമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹബീബിനോടുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, രാവിലെയും വൈകുന്നേരവും പകലിലും രാത്രിയിലുമെല്ലാം. എന്നാൽ എല്ലാ സ്വലാത്തുകളും സ്വലാത്ത് തന്നെ. നബിതങ്ങൾ തങ്ങളെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ പ്രത്യേകമായ ഒരു സ്വലാത്ത് മഹാനായ ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ല അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് മുജറബുൻ അനുഭവ സാക്ഷ്യമാണ്. ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാൻ കഴിയുമത്രേ. ആ സ്വലാത്താണ് പറയാൻ പോകുന്നത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ സർറ, ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അൻ യക്താല ബിൽ മിക്യാലിൽ ഔഫാ ഇദാ സ്വല്ല അലൈനാ അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ നബി കുടുംബത്തിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പരിപൂർണമായ അളവ് ആർക്കെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയഖുൽ, അവർ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്. ഇനിയാണ് ആ സ്വലാത്ത്, ചെറിയ സ്വലാത്ത്. മനസ്സിലാക്കി വെക്കുക. വേണ്ടവർക്ക് റെക്കോർഡ് ചെയ്തോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീന വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ وذريته وأهل بيته كما صليت على آل إبراهيم إنك حميد مجيد. ഇത് ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ആ ഹദീസിൽ പറഞ്ഞ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. ത്വഹാറത്തോടുകൂടെ, ശുദ്ധിയോടുകൂടെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഹബീബിനോടുള്ള സ്നേഹം മനസ്സിലും ശരീരത്തിലും കൊണ്ടുവന്ന് നബിയെ കാണണമെന്ന് ഉപ്പു ഭക്ഷണം തിന്ന് വെള്ളം കുടിക്കാൻ കൊതിയൂറി കിടന്ന ആ മോനെ പോലെ ഹബീബിനെ കണ്ടെങ്കിൽ എന്ന് കൊതിയൂറി കിടക്കുക. കാരണം ഹബീബിനെ സ്വപ്നം കാണൽ എളുപ്പമല്ല. അധികം ആളുകൾക്കും അത് അല്ലാഹു നൽകാറില്ല. ആരെങ്കിലും നബിയെ കണ്ടാൽ യദുല്ലു അലാ സുദ്ഖിൽ വഫാ, അവരുടെ ഈമാൻ ശുദ്ധമാണ് എന്ന് അതിനടയാളമുണ്ടത്രേ. അതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രമേ അത് പറയാവൂ. ഞാൻ നബിയെ കണ്ടു എന്ന വിവരം പരസ്യമായി ആരും വിളിച്ചു പറയരുത്. അതിന്റെ അദബ് അങ്ങനെയാണ്. ഇഷ്ടമുള്ള വളരെ വേണ്ടപ്പെട്ടവരോട് മാത്രം. അല്ലാഹു തആല ഹബീബിനെ സ്വപ്നത്തിൽ കാണുന്ന ആളുകൾക്ക് നേർക്ക് നേരെ കാണാനുള്ള ഭാഗ്യം തരുമത്രേ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ, ലോകത്തേക്ക് പ്രകാശമായി വന്ന നബിയെ, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ, പ്രകാശമിതാ വന്നിരിക്കുന്നു, നൂറിതാ വന്നിരിക്കുന്നു, ഒരുപാട് പ്രത്യേകതകൾ നബി ഇതാ വന്നിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസമാണ്. ആ ഹബീബിനെ സ്വീകരിച്ചേക്കണമേ. ഇതാ ഹബീബിനെ കാണാനുള്ള വഴി അല്ലാഹുവിന്റെ ദീന്റെ ഉലമാ പറഞ്ഞു തന്നു. അല്ലാഹുവേ, ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം താ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.